ഇപ്പോൾ സംസ്ഥാനത്ത് നിശബ്ദ പ്രചരണത്തിന്റെ ദിനമാണ്. നിശബ്ദ പ്രചരണത്തിന്റെ ദിനത്തിൽ വലിയ അടിയൊഴുക്കുകൾ നമുക്ക് ദൃശ്യമല്ല. അതിന് കാരണം പ്രധാനമായി തന്നെ വോട്ടർമാരെല്ലാം ഒരു തീരുമാനത്തിലേക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിനിടയിൽ അപ്രതീക്ഷിതമായ ചില മണ്ഡലങ്ങൾ കൂടി ബി.ജെ.പിയുടെ ലിസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി വരുന്നു. അതിലൊന്നും പ്രധാനപ്പെട്ടത് വൈക്കമാണ്. വൈക്കത്ത് വലിയ മുന്നേറ്റം നടത്താൻ ബി.ജെ.പിക്ക് കഴിയുന്നു. അതായത് ഒരു 30 മണ്ഡലങ്ങൾ തുടക്കത്തിൽ മുതലേ തന്നെ ഞങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ 30 മണ്ഡലങ്ങളിലേക്ക് അപ്പുറത്തേക്ക് ഒരു 5 മണ്ഡലങ്ങൾ കൂടി കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നതെന്നാണ് ബി.ജെ.പിയുടെ നേതാക്കൾ തന്നെ പറയുന്നത്. അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം. കാരണം ഇന്നലെയൊക്കെ കലാശക്കൊട്ടിൽ പലയിടങ്ങളിലും കോൺഗ്രസോ ഇല്ലെങ്കിൽ CPM അപ്രത്യക്ഷമായിരിക്കുന്ന ഒരു കാഴ്ച, അവർ കലാശക്കൊട്ടിന് എത്താത്ത ഒരു കാഴ്ച കണ്ടിരുന്നു. പ്രചരണത്തിന് പോലും ആളുകളില്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു പല മണ്ഡലങ്ങളിലും. അവിടെയൊക്കെ ബി.ജെ.പി വലിയ മുന്നേറ്റം. അത് തന്നെ ഈ കോട്ടയം ജില്ലയിൽ തന്നെ പൂഞ്ഞാറ്, പാല, കാഞ്ഞിരപ്പള്ളിയിലും ശക്തമായ മത്സരം നടക്കുന്നതിനിടയിൽ തന്നെ വൈക്കം ശ്രദ്ധേയമാകുന്നത്. വൈക്കത്തെ മുൻ ഇടതുപക്ഷ MLA ആണ് അവിടെ മത്സരിക്കുന്നത്. ആ MLA-യുടെ ഒരു മുന്നേറ്റം അവസാന ദിവസങ്ങളിൽ വളരെ ശക്തമായിരുന്നു എന്നൊരു വാർത്തയും വെക്കുന്നു. മറ്റു ചില മണ്ഡലങ്ങൾ കൂടി ഈ ലിസ്റ്റിലേക്ക് കടന്നു വരുന്നു. തൃക്കാക്കര ഒന്നും ആദ്യത്തെ റൗണ്ടിൽ ഒരു വലിയ ഓളം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ലെങ്കിൽ അവസാനത്തേക്ക് എത്തുമ്പോൾ തൃക്കാക്കരയിലും ഒരു ടൈറ്റ് ഫൈറ്റ് കൊടുക്കുവാൻ ഈ NDA സഖ്യത്തിന് കഴിയുന്നുണ്ട്. അങ്ങനെ ചില മണ്ഡലങ്ങളിലൊക്കെ ഒരു വലിയ ഫൈറ്റ് മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് അപേക്ഷിച്ച് ഒരു ത്രികോണ പോരിലേക്ക് മണ്ഡലങ്ങളെ മാറ്റാൻ ബി.ജെ.പി കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും അടിയൊഴുക്ക് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലില്ല. പകരം അടിയുറച്ച് തന്നെയാണ് ജനം ഇരിക്കുന്നതും നാളെ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.